പ്രിയമുള്ളവരെ, അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങളെല്ലാം നേടി, ഇനി ആരുടെയും സഹായം വേണ്ട, ഞങ്ങളെന്തും പറയും, എന്തും പ്രവർത്തിക്കും, അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ. ഇപ്പം കാലഘട്ടമാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്തും നടക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പല രീതിയിലാണ്. നമ്മൾ കുട്ടിക്കാലമായിരിക്കുമ്പോൾ നമ്മൾ ഒരു കൈറ്റ്, അത് പട്ടമില്ല, നമ്മൾ പട്ടം പറപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പട്ടം പറപ്പിക്കുന്നത്. അപ്പോൾ ഈ പട്ടം പറപ്പിക്കുമ്പോൾ നമ്മളൊരു പുഴതീരത്തോ ഒരു ബീച്ചിലെ പോയിരുന്ന് കുറേ കുട്ടികൾ നമ്മൾ പട്ടം പറപ്പിക്കും. നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ പട്ടം മുകളിൽ ചെന്നിങ്ങനെ നിൽക്കും. അപ്പം ഈ പട്ടം വിചാരിക്കും, ഞാനിവിടെ നിന്നുപോയി, ആ ചരടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പൊങ്ങിപ്പോയേന് എന്നാണ് പട്ടത്തിൻ്റെ ചിന്ത. അതായത് ചെറുപ്രായത്തിലുള്ള, യൗവന പ്രായത്തിലുള്ള നമ്മുടെയൊക്കെ മക്കളുടെ ചിന്ത ഒരു പട്ടം ചിന്തിക്കുന്ന പോലെയാണ്. അപ്പോൾ അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവർ അനുഭവിച്ചത് എന്നൊന്നും അവർക്കറിയില്ല. അവരുടെ ധാർഷ്ട്യവും അവരുടെ മാനസികാവസ്ഥയും ആ പ്രസരിപ്പും അതെല്ലാം കൊണ്ട് അവർ എല്ലാം മറന്നുപോകും. അപ്പോൾ ഈ പട്ടത്തിനൊരു തോന്നൽ വന്നു, ഞാൻ അതിനൊക്കെ ഒരു ആകാശത്തിലേക്ക് ഉയർന്നു പോകും, ആ ചരടെന്നെ അവൻ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവൾ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞു എന്ന് ചിന്തിക്കും. പക്ഷേ എങ്കിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ചരട് പൊട്ടിയാൽ എന്താണ് സംഭവിക്കണത്? ആ ചരട് പൊട്ടിയാൽ ആ പട്ടം താഴെ പോകും. മുകളിലോട്ടല്ല പോണത്, നേരെ താഴോട്ടാണ്. അതുകൊണ്ട് എനിക്ക് യുവതലമുറകളോട്, ഈ തലമുറകളോട് ഒരു കാര്യം പറയാനുള്ളൂ. ന്യൂജൻ, ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം പട്ടത്തിൻ്റെ കൂട്ടത്തിലാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും നിങ്ങളെ അനുഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും മേലോട്ടുള്ള പ്രയാണത്തിന് ചുക്കാൻ പിടിക്കുന്നതെല്ലാം നിങ്ങളുടെ രക്ഷതാകൃതവും ഗുരുജനങ്ങളുമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ചരട് പൊട്ടിയാൽ പിന്നെ ഉയർച്ച ഉണ്ടാവില്ല, നേരെ താഴോട്ടായിരിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നത് നന്ന്. ജയ് ഹിന്ദ്.